നോക്കളിയാ നീ പോസ് എങ്ങനെ ഉണ്ട്? ആ ഓക്കെ. ഇതോ നീ ഇത് കാണും ഒരിടത്ത് നോക്കട്ടെ. വലിയ കുഴപ്പമില്ല അല്ലേ? ഡീപ്പേക്കും കൊള്ളാമോ? അങ്ങോട്ട് കാണി. പിന്നെ മാങ്ങാണ്ടി കണ്ണാടി ചോദിക്കണം. പോടാ നീ ചുമ്മാ അവന്റെ കോൺഫിഡൻസ് കളയാതെ. പിന്നെ അല്ലാതെ ചേച്ചി ഞാൻ ഒന്നാമത് ആകെ ഡിപ്രഷൻ അടിച്ചിരിക്കും അവിടെ. ഡിപ്രഷനാ നിനക്ക് എന്ത് പറ്റി? അല്ല ഞാൻ പെമ്പിളർ എന്നെ കാണുമ്പോഴേ ഇപ്പൊ പേപ്പട്ടി കണ്ടാണ് ഓടുന്നത്. ഈ ഇട്ട ഷർട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇടുന്നോന്ന് എനിക്ക് അറിയത്തില്ല. ഏയ് അതുകൊണ്ടൊന്നും ആയിരിക്കില്ലടാ. അതെന്ത് വെച്ചാൽ എന്നെ രാക്കി സംസാരിക്കുന്നേ, എനിക്ക് എന്തോ ഒരു കുറവ്. ചുമ്മാടാ കുഞ്ഞളിയാ, നിനക്കൊരു കുറവില്ല. ഈ മാങ്ങാണ്ടി എന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, ഇത് ഷർട്ടിന്റെ തന്നെ എനിക്കറിയാം അല്ലേ. നീ ഇങ്ങനെ ഇട്ട ഷർട്ട് തന്നെ റിപ്പീറ്റ് അടിച്ചോണ്ടിരുന്നാലേ പെമ്പിളേക്ക് നിന്റെ 10 പൈസ ഇല്ലെന്ന്, അതല്ലേ അവര് പോണത്. തന്നെയല്ലേ? അല്ലെങ്കിൽ ഈ മനുഷ്യൻ ചേർക്കാൻ ചെന്നാലും ആൾക്കാർ ഈ ഓട്ടോ. പിന്നെ ഞാൻ അങ്ങനെ പൈസ ഉണ്ടാക്കാനാ? സാധാരണ എല്ലാരും പോണ പോലെ എന്തെങ്കിലും ഒരു പണിക്ക് പോയി കഴിഞ്ഞാൽ പൈസ ഉണ്ടാവില്ല ശിവ. ചേച്ചി ചുമ്മാ ഇരിക്കണേ. ചേച്ചിക്ക് അറിയാമേ ദേവൻ എനിക്ക് ജോലി ചെയ്തില്ല. എന്റെ പൊന്നോ, ചെക്കിങ്ങോടെ കടയിലൊക്കെ നിർത്തിയാലും വെളിയിൽ നിർത്തി തേച്ച് കുളിപ്പിച്ചിട്ട് അകത്തോട്ട് കയറ്റി വിടും. കുളിപ്പിച്ചില്ല, കുളിപ്പിച്ച പോലെ ഞാൻ ഗുമ്മിന് പറഞ്ഞല്ലേ. പക്ഷെ വൺ സേഫ്റ്റി കേട്ടോ. ഈ സേഫ്റ്റി കണ്ടിട്ടാ പെമ്പിളാരും എന്റെ അടുത്ത് വരാത്തത്. പിന്നെ എന്തോ നളിയാ, ഒന്ന് സമാനിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ആണെന്ന് പറഞ്ഞുകൂടെ കളി. കൂപ്പൺ അത് കടയിൽ നിന്ന് കിട്ടിയാ വല്ല നറുക്കെടുപ്പ് അങ്ങനെ ആയിരിക്കും. നീ ഒന്നെടുത്തേ, കുറച്ച് ഭാഗ്യം എനിക്കെങ്കിലും ഉണ്ടോ നോക്കട്ടെ. താടാ, അത് നറുക്കെടുപ്പൊന്നും അല്ല, ഇതൊരു വൗച്ചറാ. സ്ത്രീ ശക്തി ഹെൽത്ത് ക്ലബ് ആൻഡ് പാർലർ. ക്ലബോ? എടാ ഇത് നീ ഉദ്ദേശിക്കുന്ന ക്ലബ്ബല്ല. ഇതെന്തോന്ന് ആശയം? മറ്റേ എന്താ ഇത് എടാ മറ്റേ ജിമ്മും ഈ സ്പാ മസാജ് അതൊക്കെ അതൊക്കെ പണക്കാരി പെമ്പിളാര് ആഡംബരം കാണിക്കാൻ പോണ സ്ഥലം. പണക്കാരി പെണ്ണുങ്ങളോ? നീ എന്തിനാ സന്തോഷിക്കുന്നത്? പിന്നെ എനിക്ക് സന്തോഷിക്കണ്ടേ? ചേച്ചി കൊണ്ട് വന്നേ ഒരു കാര്യം പറയട്ടെ. അത്തില് ചെറുകം തന്നെ വെറും കഴിവിടെ കണ്ട. അയ്യേ എടാ ശിവൻ പറഞ്ഞത് കറക്റ്റാ. അവിടെ എല്ലാം കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളായിരിക്കും വരുന്നത്. എന്റെ ചേച്ചി എനിക്ക് അവരെ പിടിച്ച് ലൈൻ അടിക്കാനൊന്നും അല്ല. ചേച്ചി അവിടെ ചെന്ന് എല്ലാവരും ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാലേ എനിക്ക് പിന്നെ അവരെ പിടിച്ച് മണിച്ചേന് ചേർക്കാമല്ലോ. അതിനാണോ? പിന്നല്ലാതെ. എന്നാലും ഞാനിപ്പോ അവിടെ പോയിട്ട് ഒരുമാതിരി. എന്തോ ഒരുമാതിരി? എന്റെ ചേച്ചിക്ക് കിട്ടിയ ഭയങ്കര അവസരം. ചേച്ചി ഇത് പാഴാക്കി കഴിഞ്ഞാൽ ലോകം മതൂത്തിയാവും. എന്നാ പിന്നെ പോവാല്ലേ? പിന്നല്ലാതെ. പക്ഷെ ഒരു കാര്യം ഉണ്ടടാ, ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് നാളെയാ. എന്നൊരു കാര്യം ചെയ്തോ, ചേച്ചി രാവിലെ വിട്ടോ. ചേച്ചി രാവിലെ അവിടെ ചെല്ലുന്നു, എല്ലാവരും ഒന്ന് പരിചയപ്പെടുന്നു, ചേച്ചിയുടെ നമ്പർ അവർക്ക് കൊടുക്കുന്നു, എല്ലാവരുടെ കണക്ഷൻ ഉണ്ടാക്കി എടുക്കുന്നു. ഞാൻ അവിടെ വരുന്നു, വൈകിട്ട് അവരെ നമ്പർ മേടിക്കുന്നു, മണിച്ചേരി ചേർക്കുന്നു. നീ അറിഞ്ഞാ ഞാൻ ഹെൽത്ത് ക്ലബ്ബിൽ പോവാ. ഹെൽത്ത് ക്ലബിലോ? ചേട്ടത്തെ എവിടെ പോയിട്ട് എന്ത് കാണിക്കാനാ? അവിടെ ഈ സ്പായും മസാജും ഒക്കെ ഉണ്ട്. ഫ്രീ കൂപ്പണാ. ഫ്രീ കൂപ്പണോ? പക്ഷെ നാളെയാ ലാസ്റ്റ് ഡേറ്റ്. നാളെയോ? നാളെ എന്റെ കൂടെ ദേവിന്റെ കൊച്ചിനെ കാണാന്ന് വരാൻ പറഞ്ഞല്ലേ. പിന്നെ ദേവന്റെ കൊച്ചു എന്താ വളർന്നാ കണ്ടുകൂടെ? വളർന്നാൻ കണ്ടുകൂടാ. മറ്റന്നാ അവര് ഗുണ്ടൽപേട്ട് പോവാ. എടി നീ ശിവനെ കൂട്ടിട്ട് പോടി. ശിവേട്ടനെ കൂട്ടിട്ട് പോകാൻ പറ്റത്തില്ല. ശിവേട്ടനെ ദേവുന് പേടിയാ. എന്തിന്? ശിവേട്ടൻ ഇങ്ങനെ മസിലൊക്കെ പിരിപ്പിച്ച് കണ്ണൊക്കെ ഉരുട്ടിട്ടല്ലേ നടക്കുന്നത്. അങ്ങനെ ദേവുന് പേടിയാ. നാളെ തന്നെ പോയി കാണണം. വലിയ ശല്യമല്ലേ? എന്താണോ നിനക്ക്? നീ എന്തിനാ ഇതിന്റെ ഇടയിൽ കിടന്ന് ചാടനെ? ചേട്ടത്തി പോവാൻ പറഞ്ഞു എന്നോട്. ഞാൻ ചാടൂടി. ഇതെന്റെ ജീവിത പ്രശ്നമാ. എങ്ങനെ നിന്റെ ജീവിത പ്രശ്നമാവും? എന്റെ ജീവിത പ്രശ്നമാ. നീ ദേവന്റെ കൊച്ചിനെ മറ്റന്നാളാ പോയി കാണും. മറ്റന്നാ പോയി കാണാൻ പറ്റത്തില്ല. അവര് ഗുണ്ടൽപേട്ട് പോവല്ലേ. മറ്റന്നാ അവരെപ്പോഴാ പോന്നെ? ഉച്ചക്ക്. എന്നാ പിന്നെ അവര് രാവിലെ പോകാൻ പറ. ഇതൊന്നും നടക്കത്തില്ല ചേട്ടത്തി. ഇത് ഭയങ്കര തേപ്പായി പോയി കേട്ടോ. ദേവുന്റെ കോപ്പി അടിച്ചിട്ടാ ഞാൻ 10ാം ക്ലാസ് പാസ്സായേ. അപ്പൊ അവളുടെ കൊച്ചിനെ ഞാൻ പോയി കണ്ടില്ലേ? മോശമല്ലേ അത്? മനസ്സിലായില്ലേ? 10 വയസ്സിന് ഓരോ കപ്പൽ കാണിച്ചുതരാം കേട്ടോ ചേട്ടത്തി. സന്തോഷം കാണിച്ചുതരാ. ചേച്ചി അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് സെറ്റ്. അവളുള്ള ദേവന്റെ കുറിച്ച് പാമ്പറ. നമ്മൾ രാവിലെ അവിടെ പോകുന്നു, കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നു. പിന്നെ ശരി, സമ്മതിച്ചു. വിടരുത്. രാവിലെ തന്നെ വിട്ടോണം കേട്ടല്ലോ. നീ ഇവിടെ കാശിക്ക് പോണ? ഇത് ഉച്ചക്കത്തേക്കുള്ള ചോറ്, ഇത് വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ്, പിന്നെ ചായയും കൂടെ ഉള്ളൂ. ഒരു പായം തള്ളേനും കൂടെ എടുത്തോളാത്തത്. അവിടെ കിടന്ന് ഉറങ്ങായിരുന്നല്ല. അതിനെ വൗച്ചർ ഒരു ദിവസത്തേക്കേ ഉള്ളൂ. അല്ലെങ്കിൽ നീ അവിടെ കിടന്ന് ഉറങ്ങിയാനായിരുന്നു. അച്ഛാ ഈ സ്പാ എന്ന് പറഞ്ഞെന്താ? എനിക്ക് അറിഞ്ഞൂടാ മക്കളെ. നീ അമ്മയുടെ അടുത്ത് തന്നെ ചോദിക്ക്. എന്തോ അമ്മേ? എന്തെന്നാ സ്പാ എന്ന് പറഞ്ഞെന്താ? അതില്ലേ അത് തന്നെ. ഒരു അങ്കും മുങ്കും ഇല്ലാതെ ഇറങ്ങി പോവാണ്, കെട്ടും പാണ്ടൊക്കെ ആയിട്ട്. നീ ഹെൽത്ത് ക്ലബ് എന്നൊക്കെ പറഞ്ഞ് വേറെ എവിടെയെങ്കിലും ഒക്കെ ചെന്ന് കയറി കൊടുക്കും. ഞാൻ കൂടെ വരാം. സ്ത്രീ ശക്തി ഹെൽത്ത് ക്ലബ് എവിടാന്നൊക്കെ എനിക്കറിയാം. പിന്നെ നിങ്ങളിപ്പോ ഈ വരണം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് മനസ്സിലായി. ഓ, നമ്മളെ വിശ്വാസമല്ല ഡി.
പെണ്ണുങ്ങൾ വരിയായിട്ട് പുറകെ നടന്നിട്ടും ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെയാണ് തടവാൻ പറഞ്ഞത്. പോയേ അമ്മ വരുമ്പോ അൽഫാം മേടിച്ചോണ്ടേ. പിന്നെ ഞാൻ ഹോട്ടലിലേക്കല്ലേ പോകുന്നത്. മരുമോൾ എന്താ വലിയ യാത്ര പോവാണെന്ന് അറിഞ്ഞു. വലിയ യാത്ര ഒന്നുമല്ല, ഇവിടെ അടുത്ത് വരിക. വരുമ്പോ വൈകുന്നേരം ആവേ. എന്നാലും മോളെ ഒരാൾക്കൊരു വാക്ക് കൊടുത്തിട്ട് വഞ്ചിക്കുന്നത് ശരിയാണോ? ഓ പയങ്കിളി പറഞ്ഞു വിട്ടായിരിക്കും. പറഞ്ഞു വിട്ടൊന്നുമല്ല, അവൾ ഒത്തിരി സങ്കടം പറഞ്ഞു എൻ്റെ അടുത്ത് വന്ന്. നാളെ കൂടെ ചെല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാലും ഇന്ന് പോകുന്ന പോലാണോ നാളെ പോകുന്നു? പക്ഷെ ഇത് എന്തൊരു കഷ്ടം. ഇത് എന്തിനാ എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നേ? ഞാൻ പോകുന്നു പറഞ്ഞാൽ പോവും. എന്തായാലും എവിടെയെങ്കിലും ചെന്ന് കയറി കൊടുക്കട്ടെ. അച്ഛാ ഇതൊക്കെയോ വലുത് വരാൻ പോണ പോലെ തോന്നുന്നു അച്ഛാ. നീ നാക്കെടുത്ത് വിളക്കല്ലേ മക്കളെ. ഓ പോയോ? ഡേയ്, ഡേയ്, ഞാൻ ഇവിടെ വരാൻ. ഞാൻ പോകണം. അമ്മ, എന്തുവാടാ? ഇത്രയും നേരമായിട്ട് അവളെ കാണില്ലല്ലോ. എനിക്കെന്തോ വെപ്രാളം പോലെ. എടാ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ഏ? എനിക്കൊരു കൂട്ടുകാരത്തി ഉണ്ടായിരുന്നു, ആ കനകലത. ആ ഭർത്താവും പിള്ളേരും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിച്ചോണ്ടിരുന്ന ഒരു പെണ്ണ. ഓ ഇതുപോലെ ഒരു ദിവസം ഒരു ക്ലബ്ബിൽ പോയതാ. പോയിട്ട് അത് പറയാൻ പറ്റത്തില്ല, കാരണം നിനക്ക് വിഷമാവും. പിന്നെ എന്നെ സംഭവിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. അമ്മ പറയണോ അമ്മ, ടെൻഷൻ ആക്കാതെ. എടാ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ആശ കനകലതയെ പോലെയാണോ? നമ്മുടെ പെണ്ണല്ലേ. അല്ല, ക്ലബിൽ പോയിട്ട് അതെനിക്ക് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. എൻ്റെ മകൻ ചുമ്മാ ആവശ്യമില്ല ടെൻഷൻ അടിക്കുന്നത്. എനിക്ക് കാണാൻ പറ്റുമോ? നീ ടെൻഷൻ അടിക്കണ്ട, ആശ നമ്മുടെ പെണ്ണല്ലേ. ബാ. ചെല്ലി ആ, ഇനി പെട്രോൾ അടിക്കാം. അയ്യോ പെട്രോൾ അടിക്കാം. അയ്യ, good boy. ഇനി അപ്പൂപ്പൻ്റെ അടുക്കൽ ചെല്ല്. കഴിച്ച് മിടുക്കനാവണം കേട്ടോ. നിന്റെ അച്ഛനെ പോലെ നല്ല തടിയനാവാനുള്ളതാ. അച്ഛനെ പോലെ ഒന്നും ആവണ്ട ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിട്ടോ. എന്റെ മോൻ നല്ല ആരോഗ്യമുള്ളയാൽ മതി, നമ്മളെ പേടിപ്പിക്കൊന്നും വേണ്ട അല്ലേ. വാ ഓടി വാ. നീ നാളെ നിങ്ങളെ കൊട്ടി കോശം ഉണ്ടാക്കണം അല്ലേടി? എന്തോന്ന്? നിന്റെ കൂട്ടുകാരി ഇതാവും എപ്പോഴാണ് ഞാൻ കണ്ണൂട്ടി പഠിപ്പിച്ചത്? ഇതിപ്പോ നിങ്ങളോടാരാ പറഞ്ഞേ? ആ സുമേഷ് എല്ലാവരും. എന്റെ ദൈവം, ഈ ചെറുക്കന്റെ ഒണ്ണാക്കിൽ ഞാൻ പടക്കം വെച്ച് പൊട്ടിക്കും. അവന്റെ അണ്ണാക്ക് അങ്ങനെയും പൊട്ടില്ലടി. അത് ശരിയാ. അത് കറക്റ്റ് തന്നെ. അവൻ വേറെ മെറ്റീരിയൽ തുരുമ്പ്. നീ കം ടു ദ പോയിന്റ്. നിന്റെ കൂട്ടുകാരി ദേവൻ എപ്പോഴാണ് ഞാൻ പഠിപ്പിച്ചത്?